ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സയൻസ് ക്വിസ് മത്സരത്തിന് തയ്യാറെടുക്കുന്നവർക്കായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കിവിടെ പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സസ്യലോകത്തെ ഉഭയജീവികൾ അറിയപ്പെടുന്നത്? ആൻസർ ബ്രയോഫൈറ്റുകൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഏറ്റവും നീളമേറിയ ഇലകളിലുള്ള സസ്യമേത്? ആൻസർ റാഫിയ പന, ആഫ്രിക്ക. ഫോർത്ത് ക്വസ്റ്റ്യൻ, ജീവിക ഫോസിൽ എന്നറിയപ്പെടുന്ന സസ്യം? ആൻസർ ജിങ്കോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിത്തുകൾ ഫലങ്ങൾക്കുള്ളിൽ കാണുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത്? ആൻസർ ആഗ്നിയോസ്പേമിൽ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അനേകം വർഷം ജീവിച്ചിരുന്നാലും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പുഷ്പിക്കുന്ന ഒരു സസ്യമാണ് ഏത്? ആൻസർ മഞ്ഞൾ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ആസിഡ് അടങ്ങിയ മണ്ണിൽ വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത്? ആൻസർ ഓക്സാലോഫൈറ്റ്സ്. സെവൻത് ക്വസ്റ്റ്യൻ, ഫംഗസുകളിലെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ കൈറ്റിൻ. എയ്ത്ത് ക്വസ്റ്റ്യൻ, സസ്യങ്ങളിലെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ സെല്ലുലോസ്. നയൻത് ക്വസ്റ്റ്യൻ, കോശവിഭജനത്തിന് സഹായിക്കുന്ന കോശാംഗം? ആൻസർ സെൻട്രോസം. ടെൻത്ത് ക്വസ്റ്റ്യൻ, കോശത്തിനുള്ളിലുള്ള ഏക അജീവീയ ഘടകം? ആൻസർ ഫാനം. 11th ക്വസ്റ്റ്യൻ, കൃത്രിമ ജീവൻ വികസിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? ആൻസർ ഹർഗോവിന്ദ് ഖോരന. മാനിഹോട്യൂളിസം എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? ആൻസർ മരച്ചീനി. 13th ക്വസ്റ്റ്യൻ, ആർക്ഡോകോർപ്പസ് ഹെറ്ററോഫിലസ് എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? ആൻസർ പ്ലാവ്. 14th ക്വസ്റ്റ്യൻ, പ്രകൃതിയുടെ ഇൻസുലിൻ എന്നറിയപ്പെടുന്നത്? ആൻസർ കോവക്ക. 15th ക്വസ്റ്റ്യൻ, മാമ്പഴങ്ങളുടെ രാജ്ഞി? ആൻസർ മൽഗോവ. 16th ക്വസ്റ്റ്യൻ, ഒറ്റയില മാത്രമുള്ള സസ്യം? ആൻസർ ചേന. 17th ക്വസ്റ്റ്യൻ, ഓസിമം സാക്നം എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? ആൻസർ തുളസി. 18th ക്വസ്റ്റ്യൻ, ചേന മുറിച്ചാൽ ചൊറിച്ചിൽ ഉണ്ടാകുന്ന രാസവസ്തു? ആൻസർ കാൽഷ്യം ഓക്സലേറ്റ്. 19th ക്വസ്റ്റ്യൻ, രാത്രിയിൽ ഇലകൾ പുറത്തേക്ക് വിടുന്ന വാതകം? ആൻസർ കാർബൺ ഡയോക്സൈഡ്. 20th ക്വസ്റ്റ്യൻ, പുകയില ചെടിയിൽ നിക്കോട്ടിൻ കാണപ്പെടുന്നത് ഏതു ഭാഗം? ആൻസർ വേര്. 21th ക്വസ്റ്റ്യൻ, പയറുകളുടെ വേരിൽ വസിച്ചു നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്ന ബാക്ടീരിയ? ആൻസർ റൈസോബിയം. 22nd ക്വസ്റ്റ്യൻ, ഇലകളുടെ വക്കുകളിൽ നീണ്ട മുകുളങ്ങൾ വളർന്ന് പുതിയ ചെടികൾ ഉണ്ടാവുന്ന സസ്യം? ആൻസർ ബ്രയോഫിലം. 23th ക്വസ്റ്റ്യൻ, ഇലകൾക്ക് മഞ്ഞ നിറം കൊടുക്കുന്ന വസ്തു? ആൻസർ സാന്തോഫിൽ. 24th, സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത്? ആൻസർ കൈതച്ചക്ക. 25th, സ്വർഗത്തിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്? ആൻസർ നേന്ത്രപ്പഴം. 26th ക്വസ്റ്റ്യൻ, കുടിക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ? ആൻസർ ഇഥൈൻ ആൽക്കഹോൾ അഥവാ എത്തനോൾ. 27th ക്വസ്റ്റ്യൻ, മദ്യ ദുരന്തങ്ങൾക്ക് കാരണമായ ആൽക്കഹോൾ? ആൻസർ മിഥൈൻ ആൽക്കഹോൾ അഥവാ മെത്തനോൾ. 28th, മാൾട്ട് ബാർലിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം? ആൻസർ ബിയർ. 29th, മുന്തിരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം? ആൻസർ ബ്രാൻഡി. 13th ക്വസ്റ്റ്യൻ, പഞ്ചസാര വ്യവസായത്തിൽ ഉത്ബോധനമായ മൊളാസസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം? ആൻസർ റം. 31th ക്വസ്റ്റ്യൻ, പഴങ്ങളിലെ പഞ്ചസാര? ആൻസർ ഫ്രക്ടോസ്. 32, പാലിലെ പഞ്ചസാര? ആൻസർ ലാക്ടോസ്. 33, അജത്തിലെ പഞ്ചസാര? ആൻസർ മാൾട്ടോസ്. 35, ഏറ്റവും ലഘുവായ റേഡിയോ ആക്ടിവിറ്റി ഉള്ള ആറ്റം? ആൻസർ ട്രിഷിയം. 36, ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകൾ സംയോജിപ്പിച്ച ഭാരം കൂടിയ ന്യൂക്ലിയസായി മാറുന്ന പ്രവർത്തനം? ആൻസർ ന്യൂക്ലിയർ ഫ്യൂഷൻ. 37th ക്വസ്റ്റ്യൻ, അണുബോംബിലെ സാങ്കേതിക വിദ്യ? ആൻസർ ന്യൂക്ലിയർ ഫിഷൻ. 38th ക്വസ്റ്റ്യൻ, ഗ്യാസ് നിർമ്മാണത്തിലെ അസംസ്കൃത വസ്തു? ആൻസർ സിലിക്ക.
39th question. 39th question. അൾട്രാവയലറ്റ് കിരണങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഗ്യാസ്. ആൻസർ ക്രൂക്സ് ഗ്യാസ്. 14th question. കോപ്പർ സൾഫേറ്റിന്റെ നിറം. ആൻസർ നീല. 41th question. ഫെറസ് സൾഫേറ്റിന്റെ നിറം. ആൻസർ പച്ച. 42th question. ഒരു സോപ്പിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന ഘടകം. ആൻസർ ടീഫിയം അഥവാ ടോട്ടൽ ഫാറ്റി മാറ്റർ. 43th question. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്. ആൻസർ ബെക്കലൈറ്റ്. 44th. കൃത്രിമ ഹൃദയ വാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. ആൻസർ ടെഫ്ലോ. 45th question. ആദ്യത്തെ കൃത്രിമ നാര്. ആൻസർ റയോ. 46. പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഇലാസ്തികത ഉള്ള ഒരു പോളിമർ ഏത്? ആൻസർ റബ്ബർ. 47th question. മത്സ്യബന്ധന വലകൾ, ചരടുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. ആൻസർ നൈലോ. 48th question. പാറ്റഗുളികയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു. ആൻസർ നാഫ്തലീൻ. 49th question. ബുള്ളർ പ്രൂഫ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം. ആൻസർ കെവ്ലാർ. 15th question. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു. ആൻസർ മീഥൈൽ ഐസോസയനേറ്റ്. 51th question. നൈട്രജൻ ശതമാനം ഏറ്റവും കൂടുതലുള്ള രാസവളം. ആൻസർ യൂറിയ. 52th question. കൊബാൾട്ട് 60 ഉപയോഗിക്കുന്നത് ഏത് രോഗ ചികിത്സക്കാണ്? ആൻസർ അർബുദം. 53th question. ചൈനീസ് ഉപ്പ് എന്നറിയപ്പെടുന്നത്. ആൻസർ അജിനമോട്ടോ. 54th question. അലൂമിനിയം ഓക്സൈഡ് ഏതു രത്നത്തിന്റെ നാമമാണ്? ആൻസർ മാണിക്യം. 55th question. പകൽ സമയത്ത് ഇലകൾ പുറത്തുവിടുന്ന വാതകം. ആൻസർ ഓക്സിജൻ. 56th question. പുഷ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന പ്രകാശവർണം. ആൻസർ ചുവപ്പ്. 57th question. പൂക്കളെ കുറിച്ചുള്ള പഠനം. ആൻസർ ആന്തോളജി. 58th question. ഏറ്റവും ഉയരം കൂടിയ പൂവ്. ആൻസർ ടൈറ്റാൻ ആരം. 59th question. പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന പുഷ്പം. ആൻസർ സൂര്യകാന്തി. 16th question. പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ആൻസർ കാൽഷ്യം കാർബൈഡ്. 7th question. പഴങ്ങളിൽ സമൃദ്ധമായുള്ള പഞ്ചസാര. ആൻസർ ഫ്രക്ടോസ്. 62th question. പ്രകാശത്തിനു നേരെ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണത. ആൻസർ ഫോട്ടോട്രോപിസം. 63th question. ഗുരുത്വാകർഷണത്തിന്റെ ദിശയിൽ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണത. ആൻസർ ജിയോട്രോപിസം. 64th question. രാസവസ്തുക്കളുടെ സ്വാധീനത്തിൽ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണത. ആൻസർ കീമോട്രോപിസം. 65th question. സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ആൻസർ ക്രെസ്കോഗ്രാഫ്. കണ്ടെത്തിയത് ജെ.സി. ബോസ്. 66th question. തക്കാളിക്ക് നിറം നൽകുന്ന രാസഘടകം. ആൻസർ ലൈക്കോപ്പിൻ. 67th question. ഹരിതകത്തിന്റെ നിർമ്മിതിക്ക് അത്യന്താപേക്ഷിതമായ ഘടകം. ആൻസർ സൂര്യപ്രകാശം. 68th question. ഹരിതകം ഇല്ലാത്ത കര സസ്യം. ആൻസർ കുമിള്. 69th question. ഫലം പാകമാക്കാൻ സഹായിക്കുന്ന വാതകം ഹോർമോൺ. ആൻസർ എത്തിലിൻ. 17th question. സസ്യങ്ങൾ പുഷ്പിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ. ആൻസർ ഫ്ലോറിജൻ. 71th question. സസ്യത്തിനെ കാറ്റടിക്കുമ്പോൾ ഒടിയാതെയും മറ്റും സഹായിക്കുന്ന സസ്യകല. ആൻസർ പാരൻകൈമ. 72th question. ഇലകൾ നിർമ്മിക്കുമ്പോൾ ആഹാരം ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത്. ആൻസർ ഫ്ലോയം കലകൾ. 73th question. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന സുഗന്ധ വിജ്ഞാനം. ആൻസർ മഞ്ഞൾ. 74th question. രക്തപിത്തത്തിനു ഉപയോഗിക്കുന്ന ഔഷധം. ആൻസർ ആടലോടകം. 75th question. മഴയിലൂടെ പരാഗണം നടത്തുന്ന സുഗന്ധ വിജ്ഞാനം. ആൻസർ കുരുമുളക്.